ജൂലൈ 15 യാത്രാ വിഷയത്തിൽ ഇന്ത്യയുടെ സാഹചര്യം സൂക്ഷ്മമായി വിലയിരുത്തുന്നു UAE ഗവൺമെന്റ്. എമിറേറ്റ്സ് എയർലൈൻസ് നിരവധി പൈലറ്റുമാരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. യാത്രാ വിഷയത്തിൽ ലോകാരോഗ്യ സംഘടന പറയുന്നത് കേൾക്കണമെന്ന് അയാട്ട. രോഗത്തിന്റെ അവസാനം ഒരിടത്തും ദൃശ്യമല്ലെന്ന് ലോകാരോഗ്യ സംഘടന. രോഗം വന്നിട്ട് ശ്വാസകോശം തകർന്ന രോഗികളിൽ സ്വന്തം രക്തം ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ചികിത്സ വിജയകരം. മാസ്ക് മാറ്റാൻ പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ മാറ്റിപ്പറയുന്നു. വാർത്തകൾ വിശദമായി. യാത്രാ വിഷയത്തിൽ ഇന്ത്യയിലെ സാഹചര്യം UAE സ്ഥിരം നിരീക്ഷിച്ച് വിലയിരുത്തി വരികയാണെന്ന് എമിറേറ്റ്സ് എയർലൈൻസിന്റെ COO മിസ്റ്റർ ആദിൽ അൽ റേധ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ സാഹചര്യവും വിലയിരുത്തുകയാണ്. ഗവൺമെന്റിൽ നിന്നും എന്ത് തീരുമാനം വരുന്നു എന്നുള്ളത് തങ്ങൾ നോക്കി നിൽക്കുകയാണെന്ന് എമിറേറ്റ്സിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജൂലൈ 21 വരെ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്കുള്ള ആളുകൾ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. അത് മാറ്റി പറയാൻ തക്ക തീരുമാനം ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അന്തിമ തീരുമാനമായി വരണം എന്ന് ചുരുക്കം. ഇതാണ് എമിറേറ്റ്സ് എയർലൈൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം. മാറ്റി നിർത്തിയിരുന്ന പൈലറ്റുമാരെ മാസം ഒരു 100 പേരെയെങ്കിലും തിരിച്ചെടുക്കുന്ന വിധത്തിൽ പുതിയ തീരുമാനമായിട്ടുണ്ടെന്നും COO അറിയിച്ചിട്ടുണ്ട്. അതും ഒരു നല്ല ലക്ഷണമാണ്. ഇനിയിപ്പോൾ ഓഗസ്റ്റ് മുതൽ ഈ യാത്ര സജീവമാകുന്നു എന്നതിന്റെ തെളിവായി നമുക്ക് കണക്കിലെടുക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞല്ലോ, ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ എന്ന പേരിൽ ചില ഓപ്പറേഷൻ നടക്കുന്നുവെന്ന്. അതിൽ ഒരു പ്രസ്ഥാനം ഞങ്ങളെ ഇന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, നിങ്ങൾ ഇന്നലെ ജൂലൈ 14 നൈറ്റ് അപ്ഡേറ്റ്സിൽ പറഞ്ഞ കാര്യം, ആളുകൾ കാശ് കൊടുക്കരുത്, ആളുകളെ ഡീറ്റെയിൽസ് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ പലരും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഫ്ലൈറ്റിന്റെ അനുമതി കിട്ടുകയാണെങ്കിൽ കിട്ടുമെന്ന ഉറപ്പിൽ ഈ 21 ശേഷം പറക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ കാശിന് പറക്കാൻ വേണ്ടി സജ്ജമാവുകയാണ് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരാളിൽ നിന്നും കാശ് ഞങ്ങൾ വാങ്ങുന്നില്ല. ഞങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും വാങ്ങുന്നു എന്നറിയില്ല. ഞങ്ങൾ കാശ് വാങ്ങുന്നില്ല. ഡീറ്റെയിൽസ്, പോകാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് മാത്രമാണ് എടുക്കുന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ പെർമിറ്റും കിട്ടുമ്പോൾ ലോകമറിയും, ആ സമയത്ത് മാത്രമേ കാശ് വാങ്ങൂ എന്നതിന്റെ മാനേജ്മെന്റ് ഞങ്ങളെ അറിയിച്ചത്. ഞങ്ങൾ നിങ്ങളോട് ഇപ്പോൾ വളരെ ആശ്വാസത്തോടെ പറയുകയാണ്, അവർ കാശ് വാങ്ങുന്നില്ല എന്നറിയിച്ചിട്ടുണ്ട്. അയാട്ട എന്ന് പറയുന്ന കാര്യങ്ങൾ ലോകം മുഴുവനും ശ്രദ്ധിക്കേണ്ടതാണ്. യാത്ര സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടന പറയുന്ന കാര്യങ്ങൾ എല്ലാ ഗവൺമെന്റുകളും മുഖവിലയ്ക്കെടുക്കണമെന്നാണ് അന്താരാഷ്ട്ര യാത്രാ പ്രസ്ഥാനത്തിന്റെ ക്യാപ്റ്റൻ എന്ന് പറയാവുന്ന അയാട്ട വ്യക്തമാക്കിയിരിക്കുന്നത്. പുറപ്പെടുന്നതിനും ആഗമനത്തിനും വാക്സിൻ എടുത്തിരിക്കണം എന്ന തെളിവ് വേണ്ട എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതനുസരിക്കൂ എന്ന് അയാട്ട ഓർമ്മിപ്പിക്കുന്നു. ഇനി വാക്സിൻ എടുത്തവരാണെങ്കിലോ അവർക്ക് ചെന്നിറങ്ങുമ്പോൾ ക്വാറന്റൈൻ വേണ്ട എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അതും ഒന്ന് അംഗീകരിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ യാത്ര തന്നെ ഇല്ലാതാകും. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ രോഗം വന്ന് ഭേദമായി പോയ ആളുകളുണ്ടെങ്കിൽ അവർക്കും ക്വാറന്റൈൻ വേണ്ട എന്ന് പറയുമ്പോൾ അതും അംഗീകരിച്ചു കൊടുക്കൂ എന്ന അയാട്ട ലോകരാജ്യങ്ങളോട്, ഗവൺമെന്റുകളോട് പറയുകയാണ്. പിന്നെ WHO പറഞ്ഞതുപോലെ ഈ റിസ്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സമീപനം യാത്രയുടെ കാര്യത്തിൽ ഗവൺമെന്റുകൾ സ്വീകരിച്ചേ പറ്റൂ. അല്ലാതെ റിസ്ക് ഇല്ലാത്തൊരു യാത്രാ സംവിധാനം ഉണ്ടാകില്ല എന്നത് മനസ്സിലാക്കി നീങ്ങൂ എന്നും പറയുകയാണ്. ഈ വ്യോമയാനം സംബന്ധിച്ച് നേരിട്ടും അല്ലാതെയുമുള്ള, ഇത് അയാട്ടയുടെ കണക്കാണ്, 46 മില്യൺ തൊഴിലുകൾ നഷ്ടമാകുന്ന, റിസ്കിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് യാത്ര തുറന്നു കൊടുക്കണം എന്നാണ് ലോകരാജ്യങ്ങളോട് അയാട്ട അഭ്യർത്ഥിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യം കണ്ടെത്തിയ ഡെൽറ്റ, ഇന്ത്യയിലാണ് ആദ്യം കണ്ടെത്തിയത് ഡെൽറ്റ എന്ന വകഭേദം ലോകത്ത് പലയിടങ്ങളിലും 3ാം തരംഗത്തിന് കാരണമാകുന്ന സാഹചര്യത്തിൽ രോഗത്തിന്റെ അവസാന ഘട്ടം ഒരിടത്തും ദൃശ്യമല്ലെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രദേശം പറയുന്നു ഞങ്ങളിതാ രോഗത്തിൽ നിന്ന് മുക്തിയായിരിക്കുന്നു എന്ന് പറയാറായിട്ടില്ല എന്ന് ചുരുക്കം. പുതിയ പ്രവണതകൾ ദുഃഖിപ്പിക്കുന്നു. 1.5 വർഷത്തിനിപ്പുറം പരിശോധിക്കുമ്പോൾ നമ്മൾ വൈറസിന് പിന്നാലെയും വൈറസ് നമുക്ക് പിന്നാലെയും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരർത്ഥത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് ലോകാരോഗ്യ സംഘടന പറയുകയാണ്. പുതിയ വകഭേദങ്ങളെ
എളുപ്പത്തിൽ നിയന്ത്രിക്കുക സാധ്യമല്ല, പ്രയാസം തന്നെയാണ് എന്നും ലോകാരോഗ്യ സംഘടന പറയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ് എൻ്റെ ചുരുക്കം. UK-യിൽ ലണ്ടനിൽ സുപ്രധാനമായൊരു കണ്ടുപിടുത്തം വിജയകരമായിട്ട് അതിൻ്റെ ഒന്നാമത്തെ ട്രയൽ പൂർത്തിയാക്കിയത് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ രോഗം വന്നിട്ട് ഭേദമാവുന്ന ആളുകളിൽ തന്നെ ICUവിലൊക്കെ കിടന്നിട്ട് പുറത്തു വരുന്ന ആളുകൾ നിരവധി നമുക്ക് കാണാം. അവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വീണ്ടും ശ്വാസമെടുക്കാനുള്ള തടസ്സം. എന്തോ ശ്വാസകോശത്തിൽ കറ പോലെ വല പോലെ ആയിരിക്കുന്നൊരു സാഹചര്യം. ഇല്ലാതാകണമെങ്കിൽ സ്വന്തം രക്തം കൊണ്ട് തന്നെയുള്ള ഒരു ചികിത്സയുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ ഗവേഷണത്തിൽ ചില രോഗികളെ പരിശോധിച്ച് പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയിരിക്കുന്നതാണ് പറയുന്നത്. പ്രത്യേകിച്ച് നല്ല പ്രായമുള്ള ആളുകൾ, 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലൊക്കെ ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് മാറും. സ്വന്തം രക്തം, ഒരു ബാഗ് രക്തം എടുത്തിട്ട് അത് പരിശോധനയ്ക്ക് വിധേയമാക്കി അരിച്ചരിച്ച് അതിലെ വൈറ്റ് ബ്ലഡ് സെൽസിനെ മാറ്റിയെടുത്തിട്ട് അതിനെ വീണ്ടും ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന, ഇൻഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇതിലൂടെ നടക്കുന്നത്. അങ്ങനെ രോഗികൾക്ക് ആശ്വാസം വരുന്നു, പഴയ സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നാണ് ലണ്ടൻ പറയുന്നത്. വരുന്ന ഈദിന്റെ അവധി സമയത്ത് ദുബായിലെ പാർക്കിംഗ് 19-ാം തീയതി മുതൽ 22-ാം തീയതി വരെ പബ്ലിക് പാർക്കിംഗ് ഫ്രീ ആണ്. പക്ഷേ ബഹുനില കെട്ടിടങ്ങളിൽ ഫ്രീ അല്ല എന്ന് ഓർമ്മിക്കണം. മെട്രോ രാവിലെ 5 മുതൽ അർദ്ധരാത്രി 1 മണി വരെ ഉണ്ടായിരിക്കും. അതുപോലെ ടോൾ ഗേറ്റ് അബുദാബി 19 മുതൽ 23 വരെ ടോൾ കൊടുക്കേണ്ടതില്ല. 24 ശനിയാഴ്ച രാവിലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. പാർക്കിംഗ് 19 മുതൽ 24 വരെ ഫ്രീ ആയിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഷാർജയിൽ 20, 21, 22 3 ദിവസം മാത്രമേ പാർക്കിംഗ് ഫ്രീ ഉള്ളൂ എന്ന് അറിഞ്ഞിരിക്കണം. ഇനി നമസ്കാര സമയം ഒന്ന് ഓർമ്മിക്കാം. പെരുന്നാൾ ചൊവ്വാഴ്ച ജൂലൈ 20 രാവിലെ അബുദാബിയിൽ 6:02, അലൈനിൽ 5:56, മദീനത്തുൽ സായിദിൽ 6:07, ദുബായിൽ 5:57, ഹത്തയിൽ 5:54, ഷാർജയിൽ 5:53, അജ്മാനിൽ 5:56, ഉമ്മൽ ഖുവൈനിൽ 5:56, റാസൽ ഹൈമയിൽ 5:53, ഫുജൈറയിൽ 5:53. ഇന്ന് ഞങ്ങളൊരു സ്പെഷ്യൽ വീഡിയോയിലൂടെ ജൂലൈ 15 പറഞ്ഞൊരു കാര്യമുണ്ട്. ദുബായ് ഖിസൈസിൽ അൽത്തവാർ സെന്ററിനടുത്തുള്ള ഷാർജ ഇസ്ലാമിക് ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അവന്യൂ ക്ലാസിക് എന്ന സ്ഥാപനത്തിന്റെ ഉടമ UAE സ്വദേശിയായ മിസ്റ്റർ അബ്ദുൽ അസീസ് ബിൻ ഹിന്ദി, അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക പാക്കേജ്, പുതുതായിട്ട് ഈ തൊഴിൽ നിന്നൊക്കെ വിട്ടിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വരുന്നവർക്ക്, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഇവിടെ ഒരു ബിസിനസ് ആരംഭിക്കണം, വിസ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഒരുപക്ഷെ ഇതുവരെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല സ്കീമുകളിൽ നിന്നൊക്കെ ഏറ്റവും കുറഞ്ഞിട്ടുള്ള കാശിന് മെഡിക്കലും വിസ സ്റ്റാമ്പിങ്ങും ഇൻഷുറൻസും കമ്പനിയും ലൈസൻസും സ്പോൺസറും എല്ലാം അടക്കം 100% ഓണർഷിപ്പ്, എന്നാൽ ഒരു സ്വദേശി ഉണ്ടായിരിക്കും, ഒരു ലോക്കൽ സർവീസ് ഏജന്റായിട്ട്. അങ്ങനെയുള്ളൊരു പദ്ധതിയാണ്. വെർച്വൽ ഓഫീസ് ഉണ്ടായിരിക്കും, അത് വെർച്വൽ ഓഫീസിന്റെ ഇജാരി ഉണ്ടായിരിക്കും. അതുപോലെ അത് കാറിലിരുന്നോ വീട്ടിലിരുന്നോ എവിടെ ഇരുന്നോ വർക്ക് ചെയ്യാം, ഷോപ്പിംഗ് മോളിലിരുന്നും വർക്ക് ചെയ്യാം, കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യാം, ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം, കമ്മീഷൻ ഏജന്റായിട്ട് വർക്ക് ചെയ്യാം, അതുപോലെ പ്രോജക്റ്റുകൾ മാനേജ് ചെയ്യുന്ന കൺസൾട്ടന്റായിട്ട് വർക്ക് ചെയ്യാം, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് എല്ലാം കൂടി ചേർന്ന് വിസ അടക്കം അടിച്ചു കിട്ടാൻ വേറെ രഹസ്യമായിട്ടുള്ള ഒരു കാശുമില്ലാതെ 9,500 9,500 എന്ന് പറയുന്ന കോസ്റ്റിൽ കൊടുക്കും. ഇതിൽ വേറെ രഹസ്യമായ അജണ്ടയും ഒന്നുമില്ല, വേറെ കാശൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് ഞങ്ങൾ വീഡിയോ ഇട്ട ശേഷം എത്രയോ വലിയ സ്വീകാര്യത, ഒരുപാട് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും മലയാളികൾ വിളിച്ചിട്ട് അന്വേഷിച്ചു എന്ന് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. നമ്പർ ഒരിക്കൽ കൂടി വാട്സപ്പ് ചെയ്യുന്നതാണ് നല്ലതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുന്നു. പ്രത്യേകിച്ച് വ്യാഴാഴ്ച രാത്രിയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. അദ്ദേഹം ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഓഫീസിലുണ്ടാവുകയുള്ളൂ. നിങ്ങൾ വാട്സപ്പിൽ അദ്ദേഹത്തോട് എന്ത് കാര്യവും ചോദിക്കാം, അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. 05052612221 05052612221. അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചപ്പോഴാണ് മലയാളികളോട് എത്ര കണ്ട് താല്പര്യമുണ്ടെന്നുള്ള കാര്യം, മാത്രമല്ല മറ്റൊരു മാധ്യമത്തിലൂടെയും ഈ ഒരു പദ്ധതി പുള്ളി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മലയാളികൾക്ക് വേണ്ടി തൽക്കാലം ആദ്യം കൊടുത്തോട്ടെ, എന്ത് പ്രതികരണം വരുന്നെന്ന് അറിഞ്ഞോട്ടെ, അതിനുശേഷം ഇത് പബ്ലിസിറ്റി കൊടുക്കാം, അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ വന്ന് ഉപയുക്തമാക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാസ്ക് വേണ്ട, സ്ഥിരമായി ഊരി മാറ്റൂ എന്ന് പറഞ്ഞ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നു, രോഗം ചെറുക്കാൻ ലോക്ക്ഡൌൺ വേണ്ട, മാസ്ക് മാത്രം മതി. ഇത് കാലഘട്ടത്തിന്റെ മാറ്റം. ബഹ്റൈൻ ഈദിന്റെ അവധിക്ക് മാത്രം ഔട്ട്ഡോറിൽ മാത്രം മാസ്ക് ഊരി മാറ്റിക്കോളൂ എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇൻഡോറിൽ വേണം. അടുത്ത ആഴ്ച മാസ്ക് മാറ്റും എന്ന് പറഞ്ഞ UK പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി UKയിലെ സൂപ്പർ മാർക്കറ്റുകൾ മാസ്ക് ധരിച്ചാലേ തിങ്കളാഴ്ച മുതൽ ആളുകളെ അകത്തേക്ക് കയറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്.
ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ കൊണ്ടുവരികയോ ഒറ്റയടിക്ക് ലോക്ക്ഡൌൺ പിൻവലിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല എന്ന് കാണിക്കുന്ന ഉദാഹരണം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക എന്ന് പറഞ്ഞു. ഇനി 8 ദിവസത്തേക്ക് ഈദ് പ്രമാണിച്ചിട്ട് ധാക്കയിൽ ലോക്ക്ഡൌൺ ഇല്ല. ആയിരങ്ങൾ 10,000 നഗരത്തിലേക്ക് പല പാർശ്വ നഗരങ്ങളിൽ നിന്ന് ഇരച്ചു കയറുകയാണ്. നഗരം വീണ്ടും ശ്വാസം മുട്ടുകയാണ്. ഇതാണ് ഇന്നത്തെ ധാക്കയുടെ അവസ്ഥ. അബുദാബി പോലീസിന്റെ ഡയറക്ടർ ജനറൽ നേരിട്ട് 999 കോൾ സ്വീകരിക്കാൻ കോൾ സെന്ററിലെത്തി. അദ്ദേഹത്തിന് അറിയണം ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കോൾസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ദേര തലശ്ശേരി സ്റ്റാർ റെസ്റ്റോറന്റ് ഇന്നലെ ഉത്തരമെഴുതി അയച്ചതിൽ വിജയിച്ച ആശാ റജി അഭിനന്ദനങ്ങൾ. ആശാ റജിക്ക് 500 ദിർഹത്തിന്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടുന്നു. നമ്പർ ഞങ്ങളെ അറിയിക്കുക ഇൻബോക്സിൽ. UAE-യിൽ നിന്ന് 5 മരണം, 0.5% മാത്രമേ ഉള്ളൂ TPR, 1541 രോഗബാധ. OPEC എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളായിട്ടുള്ള OPEC പറയുന്നു വൻ ഡിമാൻഡ് എണ്ണയ്ക്ക് വരാൻ പോവുകയാണെന്ന്. പക്ഷേ എണ്ണ വില ഇന്ന് അല്പം കുറഞ്ഞു കേട്ടോ, 1.52% കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ 15,000-ലധികം രോഗബാധ, 11%-ഓളം TPR. ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി UAE സമയം 9 കഴിയുമ്പോൾ 38,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇന്നലത്തെ കണക്കിൽ 42,000-ഓളം, മെനഞ്ഞാന്ന് 30,000-ഓളം. ഏതായാലും 50,000-ൽ താഴെയായി രോഗബാധയുടെ കണക്ക് പുറത്തു വരുമ്പോൾ അത് ആശ്വാസത്തിന് വകയാവുന്നു. ഇനി 7 ദിവസം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്ലൈറ്റ് തുറക്കുമെന്ന് കരുതുന്ന ആ ഒരു സാഹചര്യം. അതിനുവേണ്ടി സർവ്വവിധ പ്രാർത്ഥനകളോടുകൂടി ഞങ്ങളും കാത്തിരിക്കുന്നു. നന്ദി.